Applications of Bernoulli's theorem. First of all, we have to discuss speed of a flux. ഇതിനെ ടോറിസെല്ലീസ് ലോ എന്നും നമ്മൾ പറയാറുണ്ട്. ഒരു ടാങ്കിൽ നിന്നും ഓപ്പൺ ടാങ്കിൽ നിന്നും വെള്ളം ഫ്ലോ ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് കോൾഡ് സ്പീഡ് ഓഫ് എ ഫ്ലക്സ്. ഈ സ്പീഡ് ഓഫ് എ ഫ്ലക്സ് എന്ന് പറയുന്നത് ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ വെലോസിറ്റിക്കുള്ള ഫോർമുലയ്ക്ക് ഐഡൻറ്റിക്കലായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് ഡെറിവേഷനിലേക്ക് കടക്കാം. ഒരു ഓപ്പൺ ടാങ്കിൻ്റെ ഫിഗറാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു ഓറിഫൈസും കൊടുത്തിട്ടുണ്ട്. ടാങ്കിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓറിഫൈസ് വരെയുള്ള ഹൈറ്റ് y1, ടോട്ടൽ ഹൈറ്റ് y2. ദെൻ y2ഉം y1ഉം തമ്മിലുള്ള ഡിഫറൻസാണ് h. At the top of the tank, the pressure P2 is equal to P and area is A2. At the orifice, അതായത് ഹോൾ ഉള്ള ആ പോർഷൻ, area is A1, velocity of the flowing fluid is V1 and pressure is noted as PA. അത് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ടാണ് നമ്മൾ PA എന്ന് ഡിനോട്ട് ചെയ്യുന്നത്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന അർത്ഥത്തിൽ. Consider a tank containing a liquid of density rho with a small hole in its side at a height y1 from the bottom. Now, from equation of continuity, we know that V1 A1 is equal to V2 A2. നമ്മൾ പഠിച്ചിട്ടുണ്ട് AB ഈസ് എ കോൺസ്റ്റൻറ്റ്, അതായത് A1 V1 is equal to A2 V2 എന്ന് പറഞ്ഞത് തന്നെയാണ് നമ്മൾ V1 A1 is equal to V2 A2. From this, we get V2 is equal to A1 by A2 into V1. If A2 is very very greater than A1, അതായത് ആ ഓറിഫൈസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടാങ്കിൻ്റെ മുകൾ ഭാഗത്തുള്ള ഏരിയ ലാർജാണ്. നമുക്ക് ഒരു വാട്ടർ ടാങ്കിൽ നോക്കിയിരുന്നാൽ തന്നെ, അനലൈസ് ചെയ്താൽ തന്നെ നമുക്കറിയാം അതിൻ്റെ ആ ഹോളിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഫ്ലോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ടോപ്പ് മോസ്റ്റ് പോയിൻറ്റിൽ സ്റ്റിൽ വാട്ടർ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടുന്നത് A2 വെരി വെരി ഗ്രേറ്റർ ദാൻ A1 എന്ന് നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് V2 is equal to 0 എന്നാണ്. ദാറ്റ് ഈസ് ദ ഫ്ലൂയിഡ് അറ്റ് ദ ടോപ്പ് ഈസ് അപ്രോക്സിമേറ്റ്ലി അറ്റ് റെസ്റ്റ്. നൗ applying Bernoulli's equation at points 1 and 2 and noting that at hole P1 is equal to PA, the atmospheric pressure. We know that according to Bernoulli's theorem, P1 plus half rho V1 square plus rho GH1 is equal to P2 plus half rho V2 square plus rho GH2. Here we know that H1 is equal to Y1, H2 is equal to Y2, V2 is equal to 0. Then applying these values, we get PA plus half rho V1 square plus rho G Y1 equals P plus rho G Y2. If we take Y2 minus Y1 is equal to H from the figure, then we have V1 is equal to root of 2GH plus 2 into P minus PA divided by rho. Here we consider two cases. First one is when P very very greater than PA, then 2GH may be ignored. Then speed of a flux is determined by container pressure. PAനേക്കാളും വളരെ ഗ്രേറ്റർ ആണെങ്കിൽ സ്പീഡ് ഓഫ് എ ഫ്ലക്സ് കണ്ടെയ്നർ പ്രഷറിനെ മാത്രമാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് കേസ് ഈസ് ഇഫ് ദ ടാങ്ക് ഈസ് ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ.
In that case, P is equal to PA. So, V1 is equal to root of 2GH plus 0 എന്നാവും. That is, V1 is equal to root of 2GH. ഈ expression is similar to the expression for speed of a freely falling body. This equation represents Torricelli's law. ഇതാണ് സ്പീഡ് ഓഫ് എ ഫ്ലക്സും ഫ്രീലി ഫോളിംഗ് ബോഡിയും തമ്മിലുള്ള റിലേഷൻ. ഇതിനെ നമ്മൾ ടോറിസെല്ലിസ് ലോ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് വെഞ്ചുറിമീറ്റർ. The Venturimeter is a device to measure the flow speed of incompressible fluid. It consists of a tube with a broad diameter and a small constriction at the middle. നമ്മൾ ഫിഗറിൽ കാണുന്നത് പോലെയുള്ള ഒരു ഡിവൈസാണ് വെഞ്ചുറിമീറ്റർ. ഒരു ട്യൂബ് വിത്ത് ബ്രോഡ് ഡയാമീറ്റർ ആൻഡ് എ സ്മോൾ കൺസ്ട്രിക്ഷൻ അറ്റ് ദ മിഡിൽ. ഇത് ഫ്ലൂയിഡിൻ്റെ ഫ്ലോ സ്പീഡ് മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ: റോ എം ഈസ് ദ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻ മാനോമീറ്റർ. A is the area of cross section of broad diameter, capital A. V1 is the velocity of flow in broad diameter. ബ്രോഡ് ഡയാമീറ്ററിലെ വെലോസിറ്റിയാണ് നമ്മൾ V1 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഈ സെക്ഷനിൽ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആൻഡ് സ്മോൾ a is the diameter of constriction. When we apply equation of continuity here, we get V1 into capital A is equal to V2 into small a. So that speed at the constriction V2, capital V2 is equal to A by small a into V1. We have, according to Bernoulli'S theorem, P1 plus half rho V1 square plus rho GH1 is equal to P2 plus half rho V2 square plus rho GH2. Using Bernoulli's equation for H1 is equal to H2 and applying the value of V2 here, we get the equation as P1 plus half rho V1 square is equal to P2 plus half rho V1 square into A by A whole square. Bernoulli's equationൽ H1 is equal to H2 എന്ന കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ടേം ക്യാൻസലായി പോവും. കൂടാതെ V2 പകരം നമുക്ക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്തപ്പോൾ നേരത്തെ കിട്ടിയ ആ ടേമും കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷനാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത്. From this we can write P1 minus P2 is equal to half rho V1 square into A by A whole square minus 1. This pressure difference causes the fluid in the U-tube connected at the narrow neck to rise in comparison to the other arm. ഈ പ്രഷർ ഡിഫറൻസ് ആണ് ആ നാരോ നെക്കിനോട് കണക്ട് ചെയ്തിട്ടുള്ള യൂട്യൂബിലൂടെ ഫ്ലൂയിഡ് ഉയരാനായിട്ട് കാരണമായിട്ടുള്ളത്. ദ ഡിഫറൻസ് ഇൻ ഹൈറ്റ് മെഷേഴ്സ് ദ പ്രഷർ ഡിഫറൻസ്. ഹൈറ്റിലുള്ള ഡിഫറൻസ് ആണ് പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാനായി നമ്മളെ സഹായിക്കുന്നത്. സോ ദാറ്റ് വി ക്യാൻ റൈറ്റ് P1 minus P2 is equal to rho mgh. റോ എം എന്ന് പറയുന്നത് അവിടെ ഫില്ല് ചെയ്തിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയാണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് റോ V1 സ്ക്വയർ ഇൻറ്റു A by A whole square minus 1. ആൻഡ് ദ സ്പീഡ് ഓഫ് ദ ഫ്ലൂയിഡ് അറ്റ് ദ വൈഡ് നെക്ക് ഈസ് ഗിവൺ ബൈ. അങ്ങനെ നമുക്ക് വൈഡ് നെക്ക്, അതായത് ആ പൈപ്പിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ സാധിക്കും. V1 is equal to root of 2 rho m gh by rho into A by A whole square minus 1 whole raised to half. അപ്പോൾ ഫസ്റ്റ് ടേമിന്
റൂട്ട് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ടേമിന് പകരമായിട്ടാണ് -12 ഡിവൈഡഡ് ബൈ എന്ന് വരുന്നതിന് പകരമായിട്ടാണ് ഹോൾ റേസ് ടു -12 എന്ന് കൊടുത്തിരിക്കുന്നത്. ഓട്ടോമൊബൈൽസിലുള്ള കാർബറേറ്ററിലും വെഞ്ചുറിമീറ്ററിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതായത് ബെർണോളിസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ബെർണോളിസ് തിയറത്തിൻ്റെ നെക്സ്റ്റ് ആപ്ലിക്കേഷനാണ് കാർബറേറ്റർ ഓഫ് ആൻ ഓട്ടോമൊബൈൽ. Carburetor of an automobile has a venturi channel, അതായത് ഒരു നോസിൽ ത്രൂ വിച്ച് എയർ ഫ്ലോസ് വിത്ത് എ ഹൈ സ്പീഡ്. എയർ ഹൈ സ്പീഡിൽ ഫ്ലോ ചെയ്യുന്ന രീതിയിലൊരു നോസിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ദ പ്രഷർ ഈസ് ദെൻ ലോവേഡ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പ്രഷർ ലോവർ ചെയ്തിരിക്കും. സ്പീഡ് കൂടുമ്പോൾ പ്രഷർ കുറയുന്നു. പ്രഷർ കുറയുന്ന രീതിയിലാവുമ്പോൾ അറ്റ് ദ ലോവർ നെക്ക് ഏരിയ കുറച്ചിട്ടാണ് പ്രഷർ കൂട്ടുന്നത്. ആൻഡ് ദ പെട്രോൾ ഈസ് സക്ഡ് അപ്പ് ഇൻ ദ ചേംബർ ടു പ്രൊവൈഡ് കറക്റ്റ് മിക്സർ ഓഫ് എയർ ടു ഫ്യൂവൽ നെസസറി ഫോർ കമ്പസ്റ്റൻ. പെട്രോളും എയറും തമ്മിലുള്ള കറക്റ്റ് മിക്സിംഗ് നടന്ന് കമ്പസ്റ്റൻ നടക്കാൻ പറ്റുന്ന രീതിയിൽ ഹൈ സ്പീഡിൽ എയർ ഫ്ലോ ചെയ്യുന്ന രീതിയിൽ പ്രഷർ കുറച്ചിട്ട് ചെയ്യുന്ന രീതിയിലാണ് കാർബുറേറ്ററിൽ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് സെറ്റപ്പ് ഈസ് ഫിൽറ്റർ പമ്പ്സ് ഓർ ആസ്പിരേറ്റേഴ്സ്, ബുൻസൺ ബർണേഴ്സ്, ആറ്റോമൈസേഴ്സ്, സ്പ്രേയേഴ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രേ, ആറ്റോമൈസർ, പെർഫ്യൂംസൊക്കെ അടിക്കാൻ ഉപയോഗിക്കുന്ന സ്പ്രേ, ഇൻസെക്ടിസൈഡ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്പ്രേ, ഇതെല്ലാം ബെർണോളിസ് തിയറം അനുസരിച്ച് വർക്ക് ചെയ്യുന്നതാണ്. ഫിഗറിൽ നമുക്ക് കണ്ടാലറിയാം, സ്പ്രേ ഗൺ, പിസ്റ്റൺ ഫോഴ്സസ് എയർ അറ്റ് ഹൈ സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്, കോസിങ് ലോവറിങ് ഓഫ് പ്രഷർ അറ്റ് ദ നെക്ക് ഓഫ് ദ കണ്ടെയ്നർ. അതിൻ്റെ നെക്കിൻ്റെ സ്ഥാനത്ത് പ്രഷർ ലോവർ ചെയ്യുന്നു, പ്രഷർ കുറയ്ക്കുന്നു. സ്പീഡ് കൂട്ടുന്നു, പ്രഷർ കുറയ്ക്കുന്നു. അപ്പം അതിനനുസരിച്ച് എയറും ആ ലിക്വിഡും ആ ഫ്ലൂയിഡും തമ്മിലുള്ള മിക്സിങ് കറക്റ്റായിട്ട് നടക്കുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിലുള്ളൊരു സെറ്റപ്പ് ചെയ്യുന്നത്. ഇത് ബെർണോളിസ് തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഇവിടുത്തെ ബെർണോളിസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് കൂടുമ്പോൾ പ്രഷർ കുറയുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നൗ ബ്ലഡ് ഫ്ലോ ആൻഡ് ഹാർട്ട് അറ്റാക്ക്. ഹ്യൂമൻ ബോഡിയിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ബെർണോളിസ് തിയറത്തിൻ്റെ. ബ്ലഡ് ഫ്ലോ ഇൻ ആർട്ടറി. ദ ആർട്ടറി മേ ഗെറ്റ് കൺസ്ട്രിക്റ്റഡ് ഡ്യൂ ടു ദ അക്യുമുലേഷൻ ഓഫ് പ്ലാക്ക് ഓൺ ഇറ്റ്സ് ഇന്നർ വോൾസ്. നമുക്കറിയാം, നമ്മുടെ ആർട്ടറിയിൽ പ്ലാക്ക് വന്നടിയുമ്പോൾ, പ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴുപ്പ് വന്നടിയുമ്പോൾ അത് കൺസ്ട്രിക്റ്റഡ് ആവുന്നു. ഇൻ ഓർഡർ ടു drive the blood through this constriction, a greater demand is placed on the activity of heart. ഹാർട്ട് കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും, കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്യാനായിട്ട്. The speed of the flow of blood in this region is raised, which lowers the pressure inside and the artery may collapse due to the external pressure. പുറത്ത് പ്രഷർ കൂടുതലും അകത്ത് സ്പീഡ് കൂടുമ്പോൾ പ്രഷർ വല്ലാതെ കുറയുകയും ചെയ്യും. അങ്ങനെ ആർട്ടറിയുടെ അകത്തെ പ്രഷർ കുറയുകയും അതിന് ചുറ്റിലും സറൗണ്ടിങ്സിലുള്ള പ്രഷർ കൂടുകയും ചെയ്യുന്നു. അതാണ് ഇതിനകത്ത് നടക്കുന്നൊരു ഫിനോമിനൻ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഹാർട്ട് കൊളാപ്സ് ആവുന്നു. ദ ഹാർട്ട് എക്സേർട്സ് ഫർദർ പ്രഷർ ടു ഓപ്പൺ ദിസ് ആർട്ടറി ആൻഡ് ഫോഴ്സസ് ദ ബ്ലഡ് ത്രൂ. ആസ് ദ ബ്ലഡ് റഷസ് ത്രൂ ദ ഓപ്പണിംഗ്, the internal pressure once again drops due to same reasons, leading to a repeat collapse. This may result in heart attack. ഇതാണ് ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്നത്. ആർട്ടറീസിൽ പ്ലാക്ക് വന്നടിയുന്നത് മൂലം അവിടുത്തെ ഏരിയ കുറയുന്നു. പക്ഷേ ബ്ലഡ് ഫ്ലോയുടെ സ്പീഡ് കൂട്ടുന്നതിനായി ആ സമയത്ത് അതിനകത്തുള്ള പ്രഷർ കുറയുന്നു, പുറത്തുള്ള പ്രഷർ കൂടുന്നു. അപ്പോൾ ഈ പ്രഷർ ഡിഫറൻസാണ് ബ്ലഡ് ഫ്ലോയുടെ സ്പീഡ് കൂട്ടുന്നതിനായിട്ട് അവിടെ വിനിയോഗിക്കപ്പെടുന്നത്. ഇതാണ് ഹാർട്ടിൻ്റെ കൊളാപ്സിന് കാരണമാകുന്നത്. നൗ ഡൈനാമിക് ലിഫ്റ്റ്.
Dynamic lift is the force that acts on a body such as airplane wing, a hydrofoil or a spinning board by virtue of its motion through a fluid. ഡൈനാമിക് ലിഫ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എയ്റോപ്ലെയിൻ്റെ ചിറകോ വിങ്ങോ അല്ലെങ്കിൽ ഹൈഡ്രോഫോയിൽ അല്ലെങ്കിൽ സ്പിന്നിങ് ബോർഡ് ഇതിൻ്റെയൊക്കെ മോഷനെ സഹായിക്കുന്ന ഒരു ലിഫ്റ്റാണ്. അതായത് അവരുടെയൊക്കെ മോഷനുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സാണ്. നമുക്ക് ഒരു ബോളിൻ്റെ സ്പിന്നിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് പറയുന്ന പേരാണ് മാഗ്നസ് ഇഫക്റ്റ്. ഫോർ എ സ്പിന്നിങ് ബോൾ ഡയഗ്രത്തിൽ കാണുന്നത് പോലെ വെലോസിറ്റി ഓഫ് എയർ സ്ട്രീം ലൈൻസ് എബവ് ഇറ്റ് ബിക്കംസ് ലാർജർ ദാൻ ദാറ്റ് ബിലോ ഇറ്റ്. അതായത് ഈ ഫിഗറിൽ കാണുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ മുകളിലുള്ള എയറിന് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടതായി വരും. അപ്പോൾ അവിടുത്തെ വെലോസിറ്റിയും താഴെയുള്ളതിനേക്കാൾ കൂടുതലായിരിക്കും. സോ ദ പ്രഷർ എബവ് ഇറ്റ് ബിക്കം സ്മോളർ ദാൻ ബിലോ ഇറ്റ്. അതുകൊണ്ട് മുകളിലുള്ള പ്രഷർ കുറവായിരിക്കും. ദസ് ദ ബോൾ ഗെറ്റ്സ് ആൻ അപ്വേർഡ് ഷിഫ്റ്റ്. മുകളിലും താഴെയും പ്രഷർ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഒരു അപ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവും. ദിസ് ഈസ് കോൾഡ് മാഗ്നസ് ഇഫക്റ്റ്. നൗ എയറോഫോയിൽ. എയ്റോപ്ലെയിൻ്റെ കേസിലുള്ള സിറ്റുവേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ വിങ്സ് ഓഫ് ആൻ എയ്റോപ്ലെയിൻ എയ്റോഫോയിൽ ആർ സോ ഡിസൈൻഡ് ദാറ്റ് ഇറ്റ്സ് അപ്പർ സർഫസ് ഈസ് മോർ കേർവ്ഡ്. അപ്പർ സർഫസ് കൂടുതൽ കേർവ്ഡ് ആയിരിക്കും എയ്റോപ്ലെയിൻ്റെ വിങ്സിൽ ദാൻ ദ ലോവർ സർഫസ് ആൻഡ് ദ ഫ്രണ്ട് എഡ്ജ് ഈസ് ബ്രോഡർ ദാൻ ദ റിയൽ എഡ്ജ്. ഫ്രണ്ട് എഡ്ജ് കൂടുതൽ ബ്രോഡർ ആയിരിക്കും. ആസ് ദ എയർക്രാഫ്റ്റ് മൂവ്സ് ദ എയർ മൂവ്സ് ഫാസ്റ്റർ എബവ് ദ എയ്റോഫോയിൽ ദാൻ അറ്റ് ദ ബോട്ടം ആസ് എ ഷോൺ ഇൻ ഫിഗർ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുകൾ ഭാഗത്ത് എയർ മൂവ്സ് ഫാസ്റ്റ്, അപ്പോൾ പ്രഷർ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇവിടെയും പ്രഷർ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ ഒരു അപ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. ഇതാണ് എയ്റോഫോയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ.